കിഷോർ ഗൾഫിൽ നിന്നും 1 മാസത്തെ ലീവിന് നാട്ടിലെത്തുകയാണ്. എയർപോർട്ടിൽ വന്നെത്തിയതും ബന്ധുക്കളൊക്കെ ഇങ്ങനെ ചക്കയിൽ ഈച്ച പൊതിഞ്ഞതുപോലെ സ്വീകരിക്കാൻ വെമ്പലോടെ നിൽക്കുകയാണ്. കിഷോർ അവരെയൊക്കെ കെട്ടിപ്പിടിക്കുന്നു, കൈ കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അയാളുടെ കണ്ണുകൾ ഇങ്ങനെ പരതുന്നത് മുഴുവൻ മറ്റൊരാളെയാണ്, ലക്ഷ്മിയെ. കിഷോർ ഒരു ദിവസം മാത്രം കൂടെ ജീവിച്ച ഭാര്യ ലക്ഷ്മി. അതിനുശേഷം ലീവും തീർന്ന് കിഷോറിന് ഗൾഫിലേക്ക് അന്ന് മടങ്ങേണ്ടി വന്നു. 1 കൊല്ലം കഴിഞ്ഞ് ഭാര്യയെ കാണാനാണ് അയാൾ ഇപ്പോൾ ഇത്ര വെപ്രാളത്തിൽ ഓടിയെത്തിയിരിക്കുന്നത്. അപ്പോഴുണ്ട് ഈ ബന്ധുക്കൾക്കൊപ്പം ഒന്നും അവളെ കാണാനില്ല. കിഷോർ അമ്മ സൗദാമിനിയോട് ചോദിച്ചു, അമ്മേ ലക്ഷ്മി എവിടെ? സൗദാമിനി പറഞ്ഞു, എടാ അവള് വിളിച്ചതാ, അവളെ വരുന്നില്ല എന്ന് പറഞ്ഞു, വീട്ടിൽ ആരെങ്കിലുമൊക്കെ വേണ്ടേ എന്നും പറഞ്ഞ് അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. കിഷോർ എന്തായാലും നേരിട്ട് കാണാലോ എന്നൊരു പ്രതീക്ഷയുമായിട്ട് വീട്ടിലേക്ക് അങ്ങനെ തിരിക്കുകയാണ്. വെളുപ്പിന് വീടെത്തിയ കിഷോറിന് ഭാര്യ ഒരു കിടിലം പരിപാടി തന്നെ കിടപ്പുമുറിയിൽ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗൾഫുകാരനും ഭാര്യ ഒരിക്കലും കൊടുക്കാത്ത ഒരു കിടിലം പരിപാടി. ഒരു പ്രവാസികൾക്കും ഇങ്ങനൊരു പണി കിട്ടരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ സംഭവത്തിലേക്ക് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. കൊല്ലത്തെ പള്ളിക്കൽ ഇളംപള്ളിയിലാണ് ലക്ഷ്മിയുടെ വീട്. മോഹനപിള്ളയുടെയും രമാദേവിയുടെയും 2 പെൺമക്കളിൽ മൂത്ത പെൺകുട്ടി. ലക്ഷ്മി ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. മോഹനപിള്ള വർഷങ്ങൾ കൊണ്ട് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ഈ കുടുംബത്തിനുണ്ട്. അപ്പോഴാണ് ആ കുടുംബത്തിൻ്റെ എല്ലാ സന്തോഷവും ഇല്ലാതാക്കിക്കൊണ്ട് മോഹനപിള്ള ഹാർട്ട് അറ്റാക്ക് വന്ന് ഗൾഫിൽ വച്ച് തന്നെ മരിക്കുന്നത്. മോഹനപിള്ളയുടെ ബോഡിയുമായിട്ട് വിമാനം നാട്ടിലേക്ക് പുറപ്പെട്ടു. ആ ബോഡിക്കൊപ്പം കയറി വന്ന ആളാണ് ഈ കിഷോർ. കിഷോർ മോഹനപിള്ളയ്ക്കൊപ്പം ഗൾഫിലാണ് ജോലി ചെയ്തിരുന്നത്. മോഹനപിള്ളയുടെ വീട്ടിൽ എത്തിയ കിഷോർ സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയാകും വരെ ആ വീട്ടിൽ തന്നെ നിന്നു. ഇടയ്ക്കിടയ്ക്ക് കിഷോർ ആ വീട്ടിലേക്ക് വരികയാണ്, രമാദേവിയെയും ഈ പിള്ളേരെയൊക്കെ സമാധാനിപ്പിക്കാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ തിരക്കുന്നതിനും വേണ്ടിയിട്ട്. ആ ഇടയ്ക്കിടയ്ക്കുള്ള വരവിനിടയിൽ അയാൾ ഒരു കാര്യം രമാദേവിയോട് ചോദിച്ചു. ലക്ഷ്മിയെ എനിക്ക് ഇവിടെ വന്ന് ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടമായി. ലക്ഷ്മി എനിക്ക് കല്യാണം കഴിച്ച് തരുമോ എന്ന്. എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് ലക്ഷ്മിക്ക് ഈ കല്യാണാലോചന വരുന്നത്. ഈ കല്യാണത്തിനോട് ആദ്യം അവൾക്ക് യാതൊരു യോജിപ്പുമില്ലായിരുന്നു. എന്നാൽ രമാദേവിക്ക് കിഷോറിനെ അങ്ങ് ബോധിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് കിഷോർ ഒരു കാര്യം കൂടെ പറയുകയാണ്, ഇവിടുത്തെ മൂത്ത കുട്ടിയെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് മോഹനപിള്ള സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിവിടെ പറയാനിരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. രമാദേവിക്കാണെങ്കിൽ കിഷോറിനെ അങ്ങ് ബോധിച്ചു. ഒന്നാമത് അയാളുടെ പെരുമാറ്റം, രണ്ടാമത് ഭർത്താവിന് മകളെ കെട്ടിച്ചു കൊടുക്കാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പയ്യൻ മോശമാവില്ല. ഈ ധാരണയും വച്ചുകൊണ്ട് പയ്യനെപ്പറ്റി ഒന്നും തിരിഞ്ഞും പിരിഞ്ഞും അന്വേഷിക്കാതെ മകളെയും ഈ ബന്ധത്തിന് ആ അമ്മ സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെയാണ് കിഷോറും ലക്ഷ്മിയും തമ്മിലുള്ള കല്യാണമൊക്കെ വീട്ടുകാർ ഉറപ്പിക്കുന്നത്. കല്യാണം മോഹനപിള്ളയുടെ 1-ാം ആണ്ട് കഴിഞ്ഞ് മതിയെന്ന് തീരുമാനിച്ച് തൽക്കാലത്തേക്ക് മോതിരം മാറ്റവും നടത്തി. കിഷോർ ആ 1 കൊല്ലത്തെ ഗ്യാപ്പിൽ വളരെ സ്നേഹത്തോടെയും ഭവ്യതയോടെയൊക്കെയാണ് ഈ വീട്ടുകാരോട് പെരുമാറിയിരുന്നത്, പ്രത്യേകിച്ച് രമാദേവിയോട്. 1 കൊല്ലത്തിന് ശേഷം ഇവരുടെ കല്യാണവും നടന്നു. എന്നാൽ കല്യാണത്തിന് വളരെ കുറച്ച് ദിവസത്തെ ലീവ് എടുത്തിട്ടാണ് കിഷോർ നാട്ടിലെത്തിയത്. കല്യാണം കഴിഞ്ഞ് വെറും ഒരേ ഒരു ദിവസത്തിന് ശേഷം ഇയാൾ തിരിച്ച് ഗൾഫിലേക്ക് പോവുകയാണ്. അതുവരെയും കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. അതിനുശേഷമാണ് ലക്ഷ്മിയുടെ കഷ്ടകാലം തുടങ്ങുന്നത്. ജോലിസ്ഥലത്ത് ഇരുന്നു കൊണ്ട് കിഷോർ അവൻ്റെ തനിക്കുണം കാണിക്കാൻ തുടങ്ങി. ഫോൺ വിളിച്ചാൽ ഉടൻ ലക്ഷ്മി ഫോൺ എടുക്കണം, വീട് വിട്ട് പുറത്തു ഇറങ്ങാൻ പാടില്ല, ഇങ്ങനത്തെ കുറേ നിയന്ത്രണങ്ങളും നിർബന്ധങ്ങളും. ഇതിലൊക്കെ ലക്ഷ്മി വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന സത്യം കൂടി അവൾ അറിയുന്നത്. തന്നെയല്ല, തൻ്റെ സ്വത്തിലും വകയിലുമാണ് ഭർത്താവ് എന്ന് പറയുന്നവന് കണ്ണെന്ന്. കിഷോർ ആ സത്യം ഫോണിൽ കൂടി തന്നെ പറയുകയും ചെയ്തു. നിന്നെയൊക്കെ എന്തിനു കൊള്ളാം, നിന്നെ കൊണ്ട് ഒരു പ്രയോജനവും എനിക്കില്ല എന്ന് സ്വന്തം ഭാര്യയോട് ഇവൻ ഫോൺ വഴി പറയുകയാണ്. അത് അയാൾ പറയാനും ഒരു കാരണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് രമാദേവി 70 സെൻറ്റ് സ്ഥലം വിറ്റിരുന്നു. വസ്തു വിറ്റ പണം കൊണ്ട് 50 പവൻ്റെ സ്വർണ്ണാഭരണങ്ങളാണ് മകൾക്ക് ഇട്ടുകൊടുത്തത്. ഇതുകൂടാതെ 50 സെൻറ്റ് സ്ഥലവും കൂടി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കിഷോർ സ്ഥലം വേണ്ട, പകരം അത് വിറ്റ് പൈസയായിട്ട് തന്നാൽ മതിയെന്ന് ഇവരോട് പറയുകയാണ്.
പക്ഷേ ഈ 50 സെൻറ്റ് സ്ഥലം കല്യാണത്തിന് മുൻപേ വിൽപ്പന ആയതുമില്ല. ഒടുവിൽ കല്യാണശേഷം തരാമെന്ന് രമാദേവി പറഞ്ഞു. എന്നിട്ട് ഈ വസ്തു വിൽക്കാനായിട്ട് ഇവർ തകൃതിയായിട്ട് ആലോചിക്കുകയാണ്. ഇപ്പോൾ ഇതും പറഞ്ഞാണ് ലക്ഷ്മിയെ മാനസികമായിട്ട് ഇയാൾ തളർത്തുന്നത്. ഗൾഫുകാരൻ്റെ വീടായതുകൊണ്ട് തന്നെ ധാരാളം സ്ത്രീധനമൊക്കെ കിട്ടുമെന്ന് കിഷോർ കരുതി. കാരണം അത്യാവശ്യം നല്ല സാമ്പത്തികം ഇവർക്ക് ഉണ്ട് താനും. പോരാത്തതിന് ആ വീട്ടിൽ ഗൃഹനാഥനും ഇല്ല, ഇവർക്കാണെങ്കിൽ ചോദിക്കാനായിട്ട് ഒരു മകനും ഇല്ല. അപ്പോൾ ഇതെല്ലാം അങ്ങ് ഇയാൾ മുതലെടുക്കുകയാണ് എന്ന് തന്നെ പറയാം. ലക്ഷ്മിയുടെ 50 പവൻ്റെ ആഭരണങ്ങളിൽ പകുതിയും ഓരോ ആവശ്യം പറഞ്ഞ് കിഷോർ അയാളുടെ അമ്മയെ കൊണ്ട് ലക്ഷ്മിയിൽ നിന്ന് ഊരി വാങ്ങി പണയം വെപ്പിക്കുകയാണ്. കിഷോറിൻ്റെ അമ്മ സൗദാമിനിയും ഒട്ടും മോശമല്ലായിരുന്നു. അവരിൽ നിന്നും അമ്മായിയമ്മ പോരും ഒക്കെ അവൾക്ക് നേരിടേണ്ടി വന്നു. ഒരു ദിവസം ഓണസമയമായിരുന്നു. ആ വീട്ടിൽ ഇവരുടെ ഒരു അകന്ന ബന്ധു വരികയാണ്. ആ ബന്ധുവിനോട് ലക്ഷ്മി അധികം സംസാരിച്ചില്ല, അവരെ വേണ്ട വിധം സൽക്കരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് സൗദാമിനി 2 ദിവസം ലക്ഷ്മിയോട് നല്ല രീതിയിൽ വഴക്കുണ്ടാക്കി എന്നാണ് പറയുന്നത്. ഇതിനിടയ്ക്കാണ് കിഷോറിൻ്റെ സഹോദരിയും കൂടി ആ വീട്ടിലോട്ട് താമസിക്കാൻ എത്തുന്നത്. അവരുടെ ഭർത്താവ് വിദേശത്തായതുകൊണ്ട് അമ്മ വീട്ടിലേക്ക് ഈ സഹോദരിയും താമസിക്കാൻ വരികയാണ്. എല്ലാം കൊണ്ടും ലക്ഷ്മിയുടെ സമയം മോശമെന്നേ പറയാൻ കഴിയൂ. ഒരു സൈഡിലാണെങ്കിൽ ഫോൺ വഴി സ്വസ്ഥത കൊടുക്കാത്ത ഭർത്താവും, ഇപ്പുറത്ത് അമ്മായി പോരും, അതേപോലെ തന്നെ നാത്തും പോരും. ഈ പ്രശ്നങ്ങളെല്ലാം ലക്ഷ്മി രമാദേവിയെ അറിയിക്കുന്നുണ്ടായിരുന്നു. അവർ കുറച്ച് ദിവസം മകളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നെങ്കിലും കിഷോറും വീട്ടുകാരും അതൊട്ട് അനുവദിച്ചതുമില്ല. കിഷോർ ഇതിനിടയ്ക്ക് പുതിയൊരു ഡിമാൻഡുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. 10 ലക്ഷം രൂപ. അതായത് ഈ 70 സെൻറ്റ് സ്ഥലം വിറ്റാണല്ലോ രമാദേവി മകൾക്ക് കല്യാണത്തിന് 50 പവൻ്റെ സ്വർണം വാങ്ങിയത്. അതിൽ നിന്നും മിച്ചം വന്ന 10 ലക്ഷം രൂപ അവർ ഇളയ മകളായ ആദിത്യയുടെ പേരിൽ ബാങ്കിലിട്ടു. ആ കുട്ടി പഠിക്കുകയാണ്. ഇക്കാര്യം ലക്ഷ്മി പറഞ്ഞിട്ടാവണം എങ്ങനെയോ കിഷോർ അറിഞ്ഞു. അയാൾക്ക് ആദിത്യയുടെ പേരിലിട്ടിരിക്കുന്ന ആ 10 ലക്ഷം രൂപയും വേണമെന്നായി. രമാദേവിയെ കിഷോർ ഗൾഫിൽ ഇരുന്നു കൊണ്ട് വിളിച്ച് അക്കാര്യം പറയുകയാണ്. അയാൾ കരുതി ചോദിച്ച ഉടനെ തന്നെ അതങ്ങ് എടുത്തു കൊടുക്കുമെന്ന്. എന്നാൽ രമാദേവി പറഞ്ഞത് ഇങ്ങനെയാണ്: അത് ആദിത്യയുടെ പഠിത്തത്തിന് വേണ്ടിയും അവരുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇട്ടിരിക്കുന്നതാണ്. അതിൽ ആദിത്യയ്ക്കും അവകാശമുണ്ട് എന്നാണ്. ഇതോടെ കിഷോർ ആകെ കലിപ്പിലായി. ലക്ഷ്മിയെ വിളിച്ച് ആ ദേഷ്യമെല്ലാം തീർത്ത ശേഷം മേലിൽ നീ നിൻ്റെ വീട്ടിലോട്ട് പോകരുത് എന്നും അയാൾ വിലക്കി. ഈ പൈസ കാര്യവും മറ്റുമൊക്കെ പറഞ്ഞ് കിഷോർ ലക്ഷ്മിയെ വളരെ സമ്മർദ്ദത്തിലോട്ട് ഇങ്ങനെ ആക്കുന്നതിനിടെ കിഷോർ പെട്ടെന്ന് ലക്ഷ്മിയോട് ഒരു ദിവസം സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറയുകയാണ്. അതും ഒരു ദിവസത്തേക്ക്. എന്തിനെന്നാൽ അവിടെ പോയി ഈ 10 ലക്ഷം രൂപ തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് പിടിച്ച പിടിയാലെ വാങ്ങിക്കൊണ്ട് വരാനാണ് ഇവൻ പറഞ്ഞു വിടുന്നത്. വീട്ടിലെത്തിയ ലക്ഷ്മിയെ കണ്ടതും രമാദേവിക്കും ആദിത്യയ്ക്കും അത്ഭുതവും സന്തോഷവുമാണ് തോന്നിയത്. കാരണം കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് മകൾ ഈ വീട്ടിലോട്ട് കയറുന്നത് പോലും. ലക്ഷ്മി താൻ വന്ന കാര്യം ഡയറക്റ്റ് അമ്മയോട് പറഞ്ഞു. രമാദേവിക്ക് ആകെ സങ്കടമായി. ഇതിലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് ലക്ഷ്മി പറയുന്നത്, ഒരു കാരണവശാലും അനിയത്തിയുടെ ഭാവിക്ക് മാറ്റി വച്ചിരിക്കുന്ന 10 പൈസ പോലും കിഷോറിനോ അയാളുടെ വീട്ടുകാർക്കോ അമ്മ കൊടുക്കരുത് എന്ന്. ലക്ഷ്മിയെ ആ വീട്ടിൽ വച്ച് തന്നെ കിഷോർ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് പോയ കാര്യം എന്തായി എന്നും ചോദിക്കുന്നുണ്ട്. ലക്ഷ്മി ആ പൈസ അമ്മയ്ക്ക് തരാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറഞ്ഞു. അത് കേട്ടതും മതി, അവിടെ നിന്നത് മതി, പെട്ടെന്ന് നീ തിരിച്ച് വീട്ടിലോട്ട് പോയെന്ന് അയാൾ അലറി ഫോൺ വഴി. ഒരു ദിവസം പോലും തികച്ചു നിൽക്കാൻ പറ്റാതെ ലക്ഷ്മി കരഞ്ഞുകൊണ്ട് ഭർത്തൃ വീട്ടിലോട്ട് തന്നെ തിരിച്ചുപോയി. അതിനുശേഷം കിഷോർ ലക്ഷ്മിയെ ഫോൺ വിളിക്കാതെയായി. ഇവർ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റുമില്ല. കാരണം ഇവൻ ഈ സ്വന്തം ഭാര്യയെ തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് ഫോൺ വഴി. ഇങ്ങനെ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ കാരണം നമ്പർ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ 10 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്പർ ബ്ലോക്ക് ചെയ്തത്. ഇത് മനസ്സിലാക്കിയ ലക്ഷ്മി രമാദേവിയെ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞു. അവർ നേരെ മരുമകനെ വിളിച്ചിട്ട് പറയുകയാണ്, മോനെ അവളെങ്ങനെ ബ്ലോക്ക് ചെയ്ത് വിഷമിപ്പിക്കരുത് എന്ന്. എത്രയൊക്കെ നല്ല വാക്ക് പറഞ്ഞെങ്കിലും കിഷോർ വാ തുറന്നാൽ പണം പണം എന്ന മട്ടിലായി സംസാരം. എന്തായാലും തൽക്കാലം ലക്ഷ്മിക്ക് ഫോൺ വഴിയുള്ള പീഡനത്തിൽ നിന്നും താൽക്കാലികമായിട്ടൊരു മോചനം കിട്ടിയെന്ന് വേണം പറയാൻ. ഇതിനിടയ്ക്ക് ഡെയിലി കിഷോർ അമ്മയും ഈ സഹോദരിയെയും ഒക്കെ ഫോൺ വിളിക്കുന്നുണ്ട്. അവർ സംസാരങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിലാണ് ലക്ഷ്മി അത് അറിയുന്നത്, അടുത്ത വരവിന് കിഷോർ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന്. ലക്ഷ്മിക്ക് ആകെ പരിഭ്രാന്തി പിടിച്ചതുപോലെയായി.
ഒരു ദിവസം തികച്ച് താമസിച്ചിട്ടില്ല എന്നിട്ട് പോയ മനുഷ്യനാണ് ഫോൺ വഴി ഇത്രയും പീഡനം തരുന്നത്. അപ്പോൾ ഇയാൾ നേരിട്ട് വരുമ്പോൾ എന്തായിരിക്കും? അത് അവൾക്ക് സഹിക്കുന്നതിലപ്പുറമായിരുന്നു. അപ്പോഴാണ് 1 മാസത്തെ ലീവിനാണ് ഇയാൾ എത്തുന്നത് എന്നും കൂടെ അറിയുന്നത്. ലക്ഷ്മി രാത്രി മുഴുവൻ ഇങ്ങനെ ഉറക്കമില്ലാതെ കുത്തിയിരുന്ന് ആലോചിച്ചു. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് പോംവഴി? ഇയാളെ ഇനി കാണുകയും വേണ്ട, ഇയാളുടെ ഈ ഒരു ടോർച്ചറിന് സഹിക്കാനും വയ്യ. ഒടുവിൽ അവൾക്ക് ഒരു പോംവഴി കിട്ടി. 2022 സെപ്റ്റംബർ 21 വെളുപ്പാങ്കാലം കിഷോർ എയർപോർട്ടിൽ വന്നിറങ്ങിയാണ്. വിളിച്ചുകൊണ്ട് വരാനായിട്ട് അമ്മയും സഹോദരിയും ബന്ധുക്കളും ഒക്കെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്ന സമയത്തും സൗദാമിനി ലക്ഷ്മിയോട് വേണമെങ്കിൽ വരാനായി പറയുകയാണ്. ലക്ഷ്മി വരുന്നില്ല എന്നും പറഞ്ഞ് മുറിക്കകത്ത് തന്നെയിരുന്നു. അവരുടെ നെഞ്ചിൽ മൊത്തം തീയാണ് ഈ കിഷോർ വന്നു കഴിഞ്ഞാലുള്ള ഭൂകമ്പത്തെ പറ്റിയൊക്കെ ആലോചിച്ചിട്ട്. കിഷോർ എയർപോർട്ടിൽ വന്ന ഉടനെ ലക്ഷ്മി ഇങ്ങനെ പരുതുകയാണ്. സൗദാമിനി അവൾ വരുന്നില്ലെന്ന് പറഞ്ഞടാ എന്നിങ്ങനെ ഉഴപ്പി അങ്ങ് പറഞ്ഞു. വീടെത്തിയ കിഷോർ നേരെ മുകളിലത്തെ കിടപ്പുമുറി ലക്ഷ്യമാക്കി ചെന്നപ്പോഴുണ്ട് അത് അകത്തു നിന്നും കുറ്റിയിട്ടിരിക്കുന്നു. ഇയാൾ കുറേ വിളിച്ചെങ്കിലും അവൾ വാതിലേ തുറന്നില്ല. ഈ സമയത്ത് കലി കയറി കിഷോർ രമാദേവിയെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോള് കതക് തുറക്കുന്നില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടം വരെ വരണമെന്നു. രമാദേവി ഇത് കേട്ട പാടെ ഭയപ്പാടോടെ അങ്ങോട്ട് തിരിക്കുകയാണ്. കാരണം ഇത് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്കും നേരമൊക്കെ നല്ല പുലർന്നു. ആ വീട്ടിൽ കുറച്ച് ബന്ധുക്കളൊക്കെ അപ്പോഴും നിൽപ്പുണ്ട്. മകളെ അന്വേഷിക്കുകയാണ് മരുമകനോട്. അപ്പോൾ അവൻ പറയുന്നത് മുകളിലത്തെ മുറിയിൽ ഉണ്ട്, അവൾ കതക് തുറക്കുന്നില്ല എന്നാണ്. ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് കതക് തുറന്ന് അപ്പോൾ ആരൊക്കെയോ പുറത്ത് എടുത്ത് ലക്ഷ്മിയെ കെട്ടറുത്ത് നിലത്ത് കിടത്തിയിരിക്കുന്നതാണ്. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് മണിക്കൂറുകളും കഴിഞ്ഞിരുന്നു. ഫാനിലാണ് ലക്ഷ്മി ജീവൻ ഒടുക്കിയത്. മകളുടെ മരണത്തിൽ ഗുരുതര ആരോപണങ്ങളുമായിട്ട് രമാദേവി രംഗത്തെത്തി. അവർ ചോദിച്ചത് വെളുപ്പാങ്കാലത്ത് അവൾ കതക് തുറക്കാതിരുന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും ആൾക്കാരിവിടെ ഉണ്ടായിട്ടും ഈ കതക് തുറക്കാൻ അപ്പോൾ ശ്രമിച്ചില്ല എന്നാണ്. മാത്രവുമല്ല ഭർത്താവും അവൻ്റെ വീട്ടുകാരും ചേർന്ന് ലക്ഷ്മിയെ പൈസയുടെ പേരും അതായത് ഈ 10 ലക്ഷത്തിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് കൊല്ലാക്കൊല ചെയ്തതിനാലാണ് അവൾ ഈ കടുങ്കൈ ചെയ്തതെന്നും അവർ പോലീസിനോട് പറഞ്ഞു. ലക്ഷ്മിയുടെ മരണത്തിന് കാരണക്കാരനായ കിഷോറിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. മകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കയറി ഇറങ്ങുകയും ഒടുവിൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിൽ ഇപ്പോഴും വലിയ ഒരു തീരുമാനമൊന്നും വന്നിട്ടില്ല. ഇവരുടെ ഒറ്റയാൾ പോരാട്ടമാണ് ഇത്രയെങ്കിലും കൊണ്ടെത്തിച്ചത്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.